ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വാച്ചിൻ്റെ ക്രിസ്റ്റൽ അഥവാ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് പുതിയ ഗ്ലാസ് അല്ല, ഈ വാച്ചിനകത്തുനിന്ന് അങ്ങനെ ഇത് ഇളകി പോയതാണ്. അപ്പോൾ ഇത് കേസ് അടക്കം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കേസിനുള്ളിൽ നിന്ന് ഈ ഡയലും എല്ലാം ഇളക്കി മാറ്റിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്രേസ്ലെറ്റ് സൈഡ് ബാർ അടക്കം നമ്മൾ അഴിച്ച് മാറ്റുകയാണ്. ബ്രേസ്ലെറ്റൊക്കെ നല്ല അഴുക്കുണ്ട്, നമുക്ക് ക്ലീൻ ചെയ്യണം. അതിനുശേഷം കേസ് ബാക്ക് അഴിച്ച് മാറ്റാം. 4 സ്ക്രൂ ഉണ്ട്. ശേഷം സ്റ്റെമ്മ് ഊരി മാറ്റിയതിന് ശേഷം മൂവ്മെൻറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. മൂവ്മെൻറ്റിന് 2 സ്ക്രൂ ഉണ്ട്, കേസ് ക്ലാമ്പ്, അത് നമ്മൾ അഴിച്ച് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഡയൽ അങ്ങോട്ട് മാറ്റി വെക്കാം. അത് കേസും ബ്രേസ്ലെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേക മെഷീനൊക്കെ ഉണ്ട്, അൾട്രാസോണിക് ക്ലീനിങ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്ത് തരുന്ന മെഷീനൊക്കെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് രീതി. ഇവിടെ ഹോട്ട് വാട്ടറാണ്, ചെറിയൊരു വാം വാട്ടറാണ്. അപ്പോൾ അതിലേക്ക് സ്വല്പം ഡിഷ് വാഷ് ഒഴിക്കുകയാണ്. ഡിഷ് വാഷ് ഒഴിക്കുമ്പോൾ തന്നെ ഇതിനുള്ളിൽ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി വരും. ചൂട് വെള്ളം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അതിനുശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല ക്വാളിറ്റി വാച്ചൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വെള്ളത്തിലൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. ലോക്കൽ വാച്ചസ് ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്യാൻ പാടില്ല. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്, അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യാം. ഇതാണ് ഈ വാച്ച് ക്ലീൻ ചെയ്തപ്പോൾ അഴുക്ക്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് കളയുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ക്രിസ്റ്റൽ ഫിക്സ് ചെയ്തതിന് മുന്നേ ആയിട്ട് ക്രിസ്റ്റലിൻ്റെ പഴയ ഗ്ലൂ ഒക്കെ ഒന്ന് ചുരണ്ടി കളയണം. ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കേസൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിനി ഗ്ലൂ ഫിക്സ് ചെയ്യാം. ഈ 2 ടൈപ്പ് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജർമ്മൻ മെയ്ഡാണ്. ഇത് രണ്ടും കൂടെ ഒരേ അളവിൽ തന്നെ നമ്മൾ ഒരേ ഡ്രോപ്പ് വീതം മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2ൽ നിന്നും ഓരോ ഡ്രോപ്പ് ചെയ്തെടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ടും കൂടി. എന്നിട്ട് ചെറിയൊരു പിന്നെടുത്തിട്ട് ഈ ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക്, ഗ്ലാസ് പ്രസ്സായിരിക്കുന്ന ഭാഗത്തേക്ക് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും എക്സസ് ആവാൻ പാടില്ല, കറക്റ്റായിരിക്കണം. ഒരുപാട് അധികമായി കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കവിയുന്ന രീതിയിലായിപ്പം ഗ്ലൂ. നമുക്കിനി ഗ്ലാസ് പതുക്കെ അതിൻ്റെ സൈസ് നോക്കിയിട്ട് പതുക്കെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇറക്കി വെച്ചിട്ട് നമ്മൾ ചെറിയൊരു തുണി കൊണ്ടെന്തെങ്കിലും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് തുടച്ചാൽ മാത്രം മതി. ദൂരെ ഒന്ന് പ്രസ് ചെയ്ത് തുടച്ചിട്ട് ഇത് നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണിത് ഡയൽ ഫിക്സ് ചെയ്യുന്നത്. ഒന്ന് സെറ്റ് ആയതിന് ശേഷം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കവറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് നന്നായിട്ട് ടൈറ്റാക്കി ഒട്ടിക്കുക ചെയ്യുന്നത്. ഒരു
മിനിമം ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. ക്വിക്ക് ഫിക്സ് ആണ്. പക്ഷെ എന്നാലും നമ്മളിവിടെ ഒരു പിറ്റേ ദിവസമാണിത് പൊട്ടിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡയൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഡയൽ നന്നായിട്ട് ഫിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് കേസ് ക്ലാമ്പ് ഉണ്ട്. കേസ് ക്ലാമ്പ് ടൈറ്റാക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ക്രൗണിൻ്റെ അവിടെ ചെറിയൊരു ഗ്രീസ് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. മാത്രമല്ല ചെറിയ രീതിയിലുള്ള ഈർപ്പൊക്കെ അകത്തേക്ക് കടക്കാതിരിക്കാനും ഈ ഒരു ഗ്രീസ് സഹായിക്കും. ശേഷം ഗ്യാസ്കറ്റ് ബാക്ക് കേസ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം കേസ് ബാക്ക് ഫിക്സ് ചെയ്ത സ്ക്രൂ എല്ലാ 4 സ്ക്രൂ ആണുള്ളത്. 4 സ്ക്രൂവും ടൈറ്റാക്കി വെച്ചു. അതിനുശേഷം നമ്മളൊന്ന് ബ്രേസ്ലെറ്റ് ഫിക്സ് ചെയ്യുകയാണ്. ബ്രേസ്ലെറ്റിൻ്റെ സൈഡ് ബാറൊക്കെ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.